പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമ 5:5. ദൈവിക സ്നേഹത്തിൽ പ്രത്യാശ അർപ്പിച്ച ഒരു ജനതയുടെയും ഒരു പറ്റം മനുഷ്യരുടെയും യാത്രയാണ് പഴയ നിയമപുസ്തകം. എന്നാൽ സ്വന്തം ജനം തിരിച്ചറിയാതെ പോയപ്പോൾ ദൈവകരുണയ്ക്കായി പ്രത്യാശയോടെ കാത്തിരുന്ന മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന ദൈവപുത്രനെയാണ് പുതിയ നിയമത്തിൽ നാം കാണുക. മനോഹരമായ ഈ ദൈവിക നിമിഷങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാൻ ഉതകുന്ന ഒരു ദൃശ്യാവതരണമാണ് ഇനി വരുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ. പ്രത്യാശയുടെ സുവിശേഷം. മക്കളെ, എല്ലാരും വന്നേ, കുരിശ് വരയ്ക്കണ്ടേ? പപ്പ, മമ്മി, അമ്മാമ്മ കുരിശ് വരയ്ക്കാൻ വിളിക്കുന്നു. ഞാൻ കോളിലാന്ന് പറ മോളെ. പപ്പ വേഗം വരണേ. മോളെ, ഞാൻ കുളിച്ചിട്ട് വരാം. നിങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിച്ചേ. ചെല്ല്. ഓക്കെ മമ്മി. പപ്പ വേഗം വരണേ. അമ്മാമ്മേ. വാ മക്കളെ, നമുക്ക് കുരിശ് വരയ്ക്കാം. അമ്മാമേ, ഞങ്ങൾ ഇംഗ്ലീഷിലെ പ്രയർ ചെല്ലുന്നേ. ഞങ്ങൾ ഇംഗ്ലീഷിൽ പ്രയർ ചൊല്ലിക്കോട്ടെ. എന്റെ മക്കൾ ഇങ്ങോട്ട് വന്നിരിക്കെ. നമുക്ക് ഈശോയുടെ ഒരു പാട്ട് പാടാം. പറ, നിങ്ങൾക്ക് എങ്ങനത്തെ പാട്ടുകളാ ഇഷ്ടം? നല്ല ഡാൻസ് കളിക്കാൻ പറ്റുന്ന അടിപൊളി പാട്ടുകള്. പക്ഷെ ഈശോ പാട്ടുകൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു? നിങ്ങൾ ഈ പാട്ടൊന്ന് കേട്ട് നോക്കിക്കേ. మురళాలించెను తన మహాదయను నను గణించెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. అహర్నిశలది గ్రహించి మని పెను యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. అనీతి వస్త్రమెడలించెను యేసునాథు రక్తమున ముంచెను. వినూత్న యత్నమిదను నీ ఎన్నడు గనన్ వినన్ ప్రేమ నాకు చూపెను. యెహోవా నా మురళాలించెను తన మహాదయను నను గణించెను. എന്താ, മക്കൾക്ക് പാട്ട് ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. ഇനി അമ്മാമ്മ ബൈബിള് വായിക്കട്ടെ. മക്കള് മിണ്ടാതിരുന്ന് കേട്ടോണം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് മിണ്ടിക്കോട്ടെ. ശരി, വായിക്കുമ്പോ മിണ്ടരുത്.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അമ്മാമേ, ദൈവം എങ്ങനെയാ ലോകം ഉണ്ടാക്കിയേ? ഈ കാണുന്ന എല്ലാം ദൈവം ഉണ്ടാക്കിയതാണോ? നിങ്ങൾ വേദപാഠ ക്ലാസ്സിൽ ഇതൊന്നും പഠിച്ചിട്ടില്ലേ? മക്കളൊന്ന് പറഞ്ഞേ, നമ്മുടെ പള്ളിയുടെ പേരെന്താ? സെന്റ് ഫ്രാൻസിസ് അസീസി ചർച്ച്. ഞങ്ങൾ ഇപ്പോഴല്ലേ കാറ്റഗിസം സ്റ്റാർട്ട് ചെയ്ത അമ്മാമേ. അമ്മാമേ ഞങ്ങക്ക് സ്റ്റോറി പറഞ്ഞു തരോ? അമ്മാമ്മ പറഞ്ഞേക്കാൻ നല്ല രസാ. ശ്രദ്ധിച്ച് കേട്ടോണം. ആദം. അങ്ങനെ ആദത്തിന് കൂട്ടായി ദൈവം ഹവ്വയെ നൽകി. എന്നിട്ട് അവരെ ഏദൻ തോട്ടത്തിൽ താമസിപ്പിച്ചു. ദൈവത്തിന് അവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ തോട്ടത്തിലെ ഏത് പഴവും ഭക്ഷിച്ചു കൊള്ളുക, പക്ഷേ തോട്ടത്തിന് നടുവിലുള്ള മരത്തിലെ പഴം മാത്രം ഭക്ഷിക്കരുത്. ഒരു ദിവസം സാത്താൻ അവരെ പറ്റിച്ചു. അവർ 2 പേരും ആ പഴം കഴിച്ചു. അതറിഞ്ഞ ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അവർ പിന്നെ ഭൂമിയിൽ ജീവിച്ചു. പിന്നെ അവർക്ക് 2 മക്കളും ഉണ്ടായി.
സന്തതികൾ കായനും ആബേലും അവരല്ലോ ഭൂമിയിലെ ആദ്യ സോദരന്മാർ. കായേനൊരു കർഷകനായി, ആബേലോ ഇടയനുമായി. അവരൊരു നാൾ ദൈവത്തിനു ബലി നൽകാൻ പോയി. ചീഞ്ഞലിഞ്ഞ ഫലമൂലങ്ങൾ ദൈവത്തിനു ബലി നൽകി. സ്വാർത്ഥനായ കായൻ സ്വന്തം നിലമറന്നു. ആബേലോ തന്റെ പങ്കായി അറുപയാം കുഞ്ഞാടിനെ അനശ്വരനാം യഹോവയ്ക്ക് ബലിയർപ്പിച്ചു. അന്നാദ്യമായി മണ്ണിൽ കോപമുടന്നു. അനുജനെ ജ്യേഷ്ഠൻ കൊന്നു, ആദ്യത്തെ ചതി നടന്നു. അസൂയയായി ഭൂമിയുടെ കായൻ വാഴുന്നു. അസൂയയായി ഭൂമിയുടെ കായൻ വാഴുന്നു. Cain and Abel, brothers too, gave their gifts as God asked them to. Abel's gift made God so glad, but Cain's heart was very sad. Cain and Abel, hear the story. God loves hearts that show His glory. Be kind, be good, every day. Love each other, that's God's way. As God asked them to. Abel's gift made God so glad, but Cain's heart was very sad. Cain and Abel, hear the story. God loves hearts that show His glory. Be kind, be good, every day. Love each other, that's God's way. ആദത്തിന്റെ മൂന്നാമത്തെ മകനായ സേത്തിലൂടെ മനുഷ്യവംശം ഭൂമിയിൽ വളർന്നു. അവരോടൊപ്പം തിന്മയും വളർന്നു പെരുകി. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവത്തിന് ദുഃഖം തോന്നി. ഭൂമിയിലുള്ള സകലതിനെയും നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. എന്നാൽ നോഹ എന്ന നീതിമാനായ മനുഷ്യനോട് അവിടുന്ന് തന്റെ സ്നേഹം കാണിച്ചു. ദൈവം നോഹയെ വിളിച്ചു. നോഹ, നീ ഒരു പേടകം പണിയുക. നീയും നിന്റെ കുടുംബവും അതിൽ പ്രവേശിക്കുക. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടെത്തിയിരിക്കുന്നു. സകല ജീവജാലങ്ങളിൽ നിന്നും ആൺപെൺ വീതം ഒരിണയെ നിന്നോടൊപ്പം ഈ പേടകത്തിൽ പ്രവേശിപ്പിക്കുക. ഈ പേടകമൊഴികെ സകലതും പ്രളയത്തിൽ നശിക്കും. ദൈവം പറഞ്ഞതുപോലെ നോഹ പ്രവർത്തിച്ചു. നോഹയും കുടുംബവും മറ്റു ജീവജാലങ്ങളുടെ ഓരോ ഇണകളോടൊപ്പം പേടകത്തിൽ പ്രവേശിച്ചു. 40 രാവും 40 പകലും ഭൂമിയിൽ പ്രളയമായിരുന്നു. ഭൂമിയിലുള്ള സകലതും നശിച്ചു. 150 ദിവസമാ വെള്ളപ്പൊക്കം നീണ്ടു നിന്നത്. നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാ
മഴ കഴിയുമ്പോ ഇടയ്ക്കൊക്കെ കാണാലോ. It's not a secret, it's not a fairy tale, it's not made up. Jonah was in a whale for 3 whole days. 1, 2, 3. The greatest treasure, the word God's people wrote. It's in the Bible, when Noah built a boat. And it rained and rained. The rainbows in the sky to show God's promises are true. And the rainbows in the sky to show the world He's the only way for your everyday. The greatest treasure, the word God's people wrote. It's in the Bible, when Noah built a boat. And it rained and rained. The rainbows in the sky to show God's promises are true. And the rainbows in the sky to show the world He's the only way. The rainbows in the sky to show God's promises are true. And the rainbows in the sky to show the world He's the only way for your everyday. It's not a secret, it's not a fairy tale, it's not made up. Jonah was in a whale for 3 whole days. 1, 2, 3. The greatest treasure, the word God's people wrote. It's in the Bible, when Noah built a boat. And it rained and rained. The rainbows in the sky to show God's promises are true. And the rainbows in the sky to show the world He's the only way for your everyday. The greatest treasure, the word God's people wrote. It's in the Bible, when Noah built a boat. And it rained and rained. The rainbows in the sky to show God's promises are true. And the rainbows in the sky to show the world He's the only way. The rainbows in the sky to show God's promises are true. And the rainbows in the sky to show the world He's the only way for your everyday. The rainbows in the sky to show God's promises are true. ആ അതുപോലെ വെള്ളപ്പൊക്കം അവസാനിച്ചപ്പോ അവർക്ക് മുമ്പിൽ പ്രത്യാശയുടെ അടയാളമായ മഴവില്ല് വന്നു. അവർ പേടകത്തിൽ നിന്ന് പുറത്തു വന്നു. അവരിലൂടെ വീണ്ടും മനുഷ്യർ ഭൂമിയിൽ നിറഞ്ഞു. എന്നിട്ടെന്താ? വീണ്ടും മനുഷ്യർ ദൈവത്തെ വെല്ലുവിളിച്ചു. ദൈവം അവരെ ചിതറിച്ചു. അപ്പോഴും ദൈവത്തിന് അവരോടുള്ള സ്നേഹം അവസാനിച്ചിട്ടില്ലായിരുന്നു. ദൈവം അബ്രാഹത്തെ വിളിച്ചു. അബ്രാഹത്തിന് കുട്ടികളുണ്ടായിരുന്നില്ല. അബ്രഹാം, നീ നിന്റെ നാടിനെയും പിതൃഭവനത്തെയും വിട്ട് കാനാൻ ദേശത്തേക്ക് പോവുക. അവിടെ നിന്റെ സന്തതികളെ ഞാൻ വലിയൊരു ജനതയാക്കും. നിന്റെ പേര് ഞാൻ മഹത്തരമാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നീ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. നീ ശപിക്കുന്നവരെ ഞാനും ശപിക്കും. നിന്നിലൂടെ ഭൂമിയിലെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രാഹം ഭാര്യ സാറായെയും സഹോദരപുത്രൻ ലോത്തിനെയും കൂട്ടി കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. അബ്രാഹം ദൈവത്തോട് ചോദിച്ചു,
സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദൈവം ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ച് അവനോട് പറഞ്ഞു, ഈ നക്ഷത്രങ്ങളെ നോക്കുക, അതുപോലെയായിരിക്കും നിന്റെ സന്താന പരമ്പരയും. അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു. അതവന് നീതിക്ക് കാരണമായി. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോ അവന്റെ ഭാര്യ സാറായിൽ ഒരു കുഞ്ഞു പിറന്നു. ദൈവം പറഞ്ഞതുപോലെ അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു. ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. സ്വപുത്രനെ ദഹനബലി അർപ്പിക്കാൻ ദൈവം അവനോട് ആവശ്യപ്പെട്ടു. അബ്രാഹം ഇസഹാക്കിനെയും 2 പരിചാരകരെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോയി. മോറിയ മലയുടെ അടിവാരത്ത് വെച്ച് അവൻ പരിചാരകരോട് അവിടെ തുടരാൻ ആവശ്യപ്പെട്ടു. പിന്നെ ഇസഹാക്കുമായി മോറിയ മലയിലേക്ക് പോയി. ഇസഹാക്ക് അപ്പോൾ അബ്രാഹത്തോട് ചോദിച്ചു, പിതാവേ, ബലിയർപ്പിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ? ബലിയർപ്പിക്കാനുള്ളത് ദൈവം നമുക്ക് തരും. അവർ മലമുകളിൽ എത്തിയപ്പോൾ അബ്രാഹം ഇസഹാക്കിനെ ബന്ധിച്ച് ബലി അർപ്പിക്കാനായി പീഠത്തിൽ കിടത്തി. കത്തി ഉയർത്തിയപ്പോൾ ദൈവം അവനെ വിളിച്ചു, അബ്രഹാം, അബ്രഹാം. ഇതാ ഞാൻ. നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ നീ മടി കാണിച്ചില്ല. നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ഇസഹാക്കിലൂടെ നിന്റെ തലമുറയെ ഞാൻ വലുതാക്കും. കടൽ തീരത്തെ മണൽത്തരികൾ പോലെ അത് വലുതായിരിക്കും. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും തലമുറകൾ കടന്നുപോയി. ഇസഹാക്കിന്റെ മകനായ ജോസഫിലൂടെ ഇസ്രായേൽ ജനം ഈജിപ്ത് ദേശത്തെത്തി. ജോസഫ് ഈജിപ്ത് ദേശത്തെ ഫറവോയുടെ പ്രധാന ഉപദേഷ്ടാവായിരുന്നു. ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ എല്ലാ രീതിയിലും സ്വീകരിച്ചു. സന്തോഷത്തിന്റെ നാളുകളായിരുന്നു അവിടെ. ഇസ്രായേൽ ജനം വളർന്ന് ഈജിപ്തുകാരേക്കാൾ വലുതായി. അതവരുടെ ഇടയിൽ ഭീതി ഉളവാക്കി. ഈജിപ്തുകാർ അവരെ അടിമകളാക്കി. തലമുറകളോളം അവർ ഈജിപ്തിൽ അടിമകളായി ജീവിച്ചു.
സീനായി മലയുടെ മുകളിലേക്ക് ദൈവം മോശയെ വിളിച്ചു. കള്ളിമുൾ ചെടിയായി ദൈവം അവന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മോശ, ഇതാ ഞാൻ. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക. ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കൂബിന്റെയും ദൈവം. ഇസ്രായേലിലുള്ള എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു. ഈജിപ്തിൽ നിന്നും അവരെ മോചിപ്പിച്ച് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് അവരെ നയിക്കാൻ നിന്നെ ഞാൻ നിയോഗിക്കുന്നു. നീ ചെന്ന് എന്റെ ജനത്തോട് പറയുക, അവരെ മോചിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന്. അവരെന്നെ വിശ്വസിക്കുകയില്ല. കർത്താവ് നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് അവർ പറയും. നിന്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിടുക. വടി താഴെ ഇട്ടപ്പോൾ അത് സർപ്പമായി തീർന്നു. ആ വടി കയ്യിലെടുക്കുക. അത് വീണ്ടും വടിയായി മാറി. ഞാൻ വിക്കനാണ്. എനിക്ക് സംസാരിക്കാൻ കഴിവില്ല. നിന്റെ സഹോദരനായ അഹറോൻ നിന്റെ കൂടെ വരും. അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും. മോശയും അഹറോനും ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ പ്രവർത്തിച്ചു. ദൈവം ഈജിപ്തിനെ ബാധകൾ അയച്ചു ശിക്ഷിച്ചു. അത് കണ്ട ഫറവോ ഇസ്രായേൽക്കാരെ വിട്ടയച്ചു. മോശ അവരെ കാനാൻ ദേശത്തേക്ക് നയിച്ചു. ദൈവം അവരോടൊത്തുണ്ടായിരുന്നു. അവർ സീനായി മലയുടെ താഴ്വാരത്തെത്തിയപ്പോൾ ദൈവം അവർക്ക് 10 കൽപ്പനകൾ നൽകി. മോശ അത് കല്ലിൽ കൊത്തി ജനങ്ങളുടെ അടുത്തെത്തി അവരോടത് വിവരിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. സൃഷ്ടി തൻ മകുടമായി മനുഷ്യനെയും തൻ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിൻ വഴിയിൽ ചരിച്ചിടാതെ ജീവിച്ചിടാൻ ദൈവം തന്റെ ജനതയ്ക്കു നൽകി മോശയിലൂടെ 10 കൽപ്പനകൾ. അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ മോചിച്ച കർത്താവാം ദൈവം ഞാനാകുന്നു. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾക്കുണ്ടാകരുതേ. ഇതല്ലോ സീനായിൽ അഗ്നി തൻ നടുവിൽ മോശയ്ക്കു നൽകിയ ആദ്യ കൽപ്പന. പരിശുദ്ധനും മഹോന്നതനും അത്യുന്നതനും സർവശക്തനും സർവസ്തുതികൾക്കും യോഗ്യനുമായിടും ദൈവത്തിൻ നാമം വൃഥാ പ്രയോഗിക്കരുത്. സാബത്തിൻ ദിനം നിങ്ങൾ ആചരിച്ചിടണം. പരിശുദ്ധമായി നിങ്ങൾ ആചരിച്ചിടണം. ഇതല്ലോ 3-ാം പ്രമാണം. വാഗ്ദത്ത ഭൂമിയിൽ ഐശ്വര്യമായി ദീർഘായുസ്സോടെ ജീവിച്ചിടാൻ മാതാപിതാക്കളെ ബഹുമാനിക്കണം. വാഗ്ദാനത്തോടുള്ള 4-ാം പ്രമാണം. ജീവന്റെ ഉടയവൻ ഞാൻ മാത്രം. അതിനാൽ ഞാൻ കൽപ്പിക്കുന്നു, നീ കൊല്ലരുത്. നിന്റെ സഹോദരന്റെ കാവൽക്കാരൻ നീ തന്നെ. നിന്ദേഹം ദൈവത്തിനാലയമല്ലോ,
നിർമ്മലമായതു കാത്തിടേണം. വ്യഭിചാരത്താൽ അശുദ്ധമാക്കരുത്, വിശുദ്ധമായെന്നും നീ പാലിക്കണം. 6-ാം പ്രമാണം നീ കാത്തിടേണം. മോഷ്ടിക്കരുത്, നീ കള്ളസാക്ഷി പറയരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. ഈ ലോകമോഹത്തിൻ മായയിൽ വീണു നീ അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഈ 10 കൽപ്പനകൾ 2ആയി സംഗ്രഹിക്കാം. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും കർത്താവാം ദൈവത്തെ സ്നേഹിക്കണം. നിന്നെപ്പോൾ തന്നെ നിന്നയൽക്കാരനെ എന്നെന്നും സ്നേഹിക്കണം. നിന്നെപ്പോൾ തന്നെ നിന്നയൽക്കാരനെ എന്നെന്നും സ്നേഹിക്കണം. എന്നെന്നും സ്നേഹിക്കണം. കാനാൻ ദേശത്തെത്തിയപ്പോൾ മറ്റു ജനതകളെപ്പോലെ തങ്ങൾക്കും രാജാക്കന്മാർ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. സ്വതന്ത്രരായി ജീവിച്ചിരുന്ന അവരെ രാജാക്കന്മാർ ഭരിച്ചു. അവർക്ക് കിങ്സ് ഉണ്ടായിരുന്നോ? അതെ, അവരെ അവരിൽ നിന്നുള്ള രാജാക്കന്മാരും പുറത്തുനിന്നുള്ളവരും ഭരിച്ചു. അവരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു രാജാവായ സാവൂൾ. ജനങ്ങളുടെ ആഗ്രഹപ്രകാരം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു സാവൂൾ. ദൈവനിർദ്ദേശപ്രകാരം പ്രവാചകനായ സാമുവേൽ സാവൂളിനെ അഭിഷേകം ചെയ്തു. എന്നിട്ട് സാവൂൾ ദൈവത്തിൽ നിന്നകന്നപ്പോൾ ദൈവം ദാവീദ് എന്ന ആട്ടിടയനായ യുവാവിനെ തെരഞ്ഞെടുത്തു. നമ്മുടെ ബൈബിളിലെ സങ്കീർത്തനം എഴുതിയത് ദാവീദാണ്. അതിനുശേഷം ദാവീദിന്റെ മകനായ സോളമൻ ഇസ്രായേലിനെ ഭരിച്ചു. ഇസ്രായേൽക്കാരുടെ അഭിമാനമായ ജെറുസലേം ദേവാലയം ഉണ്ടാക്കിയത് ഈ സോളമനാണ്. അവർക്ക് ശേഷം മറ്റു രാജ്യങ്ങൾ അവരെ കീഴ്പ്പെടുത്തി പുറത്തുനിന്നുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെ ഭരിച്ചു. ഒടുവിൽ റോമാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇസ്രായേൽ. ദൈവം പറഞ്ഞതുപോലെ തങ്ങളെ രക്ഷിക്കാൻ സ്വപുത്രൻ വരുമെന്ന പ്രതീക്ഷയിൽ ഇസ്രായേൽ ജനം ജീവിച്ചു. ഈശോ എപ്പോഴാ ഉണ്ടായേ? ദാവീദിന് ശേഷം 28 തലമുറകൾക്ക് ശേഷമാണ് ഈശോ ജനിച്ചത്. ദാവീദിന്റെ തലമുറയിൽപ്പെട്ട ജോസഫിന്റെ മകനായി ഈശോ ഭൂമിയിൽ വന്നു. ഈശോ ദാവീദിന്റെ തലമുറയിലാണ് ഉണ്ടാകുകയെന്ന് പ്രവാചകന്മാരിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തെ അറിയിച്ചിരുന്നു. അപ്പൊ ഈശോയും രാജാവായിരുന്നോ? ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത് റോമാക്കാരിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വരുന്നത് ഒരു രാജാവാണെന്നാണ്. പക്ഷെ ഈശോ വന്നത് ഒരു തച്ചന്റെ മകനായും. തച്ചനോ? അതെന്താ അമ്മാമേ? കാർപ്പന്റർ ഇല്ലേ, ഈ വാതിലൊക്കെ പണിയുന്ന? ഈശോയുടെ പിതാവായ ജോസഫ് ഒരു കാർപ്പന്റർ ആയിരുന്നു. ഒരു ദിവസം മാതാവിന്റെ മുമ്പിൽ ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നീ ദൈവത്തിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും. ദൈവശക്തി നിന്നിൽ പ്രവേശിക്കും. നിന്റെ പുത്രൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവഹിതം എന്നിൽ നിറവേറട്ടെ. മാലാഖ അവിടെ നിന്നും അപ്രത്യക്ഷനായി. ദൈവേഷ്ടപ്രകാരം ജോസഫ് മാതാവിനെ സ്വീകരിച്ചു. മാതാവും ജോസഫും ബത്ലഹേമിലേക്ക് സഞ്ചരിച്ചിരുന്ന സമയത്ത് ഈശോ ഉണ്ടായി.
ഈശോ മാതാപിതാക്കളുടെ കൂടെ ജീവിച്ചു. അവരെ അനുസരിച്ച് ജോലികൾ ചെയ്തു വളർന്നു. 30 വയസ്സായപ്പോൾ ഈശോ ദൈവവചനം പ്രസംഗിക്കാൻ പുറപ്പെട്ടു. അവൻ ശിഷ്യന്മാരെ കണ്ടെത്തി. അവർ അവനോടുകൂടെ ആയിരുന്നു. ആ സമയത്ത് കാനായിൽ വലിയൊരു കല്യാണം നടന്നു. ഈശോയെയും ശിഷ്യന്മാരെയും ആ കല്യാണത്തിന് വിളിച്ചിരുന്നു. ഈശോയും മാതാവും ശിഷ്യന്മാരും ആ കല്യാണത്തിൽ പങ്കെടുത്തു. മോനെ, ഈ വീട്ടുകാർ സങ്കടത്തിലായിരിക്കുന്നു. ഇവർ വിവാഹ സൽക്കാരത്തിനായി ഒരുക്കിയിരുന്ന വീഞ്ഞ് തീർന്നുപോയി. അമ്മേ, എനിക്ക് നിനക്കോ എന്ത്? നിനക്ക് സാധിക്കുന്നത് എന്താണോ അത് ചെയ്യുക. ഇവിടെ എത്ര കൽഭരണികളുണ്ട്? 6 എണ്ണമുണ്ട്. അതിൽ വെള്ളം നിറയ്ക്കുവേൻ. അവർ അതുപോലെ ചെയ്തു. ഈശോ ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. നിങ്ങൾക്കറിയാമോ, ഈശോ ജനങ്ങളോട് സംസാരിച്ചിരുന്നത് ഉപമകളിലൂടെയും അത്ഭുതങ്ങളിലൂടെയുമായിരുന്നു. എല്ലാരും കേട്ട് കഥ പാടാം ഞാൻ ഒരു സന്ദേശമേകാ. സ്വർഗനാഥന്റെ അത്ഭുതമെന്ന് ഈ നാട്ടിൽ നടന്നതറിഞ്ഞോ? കണ്ടു കാണാതിരുന്നവനൊരുവൻ ഇന്നു കാണുന്ന വാർത്തയറിഞ്ഞോ? തളർവാദ രോഗി കിടക്കയുമെടുത്തു നടക്കുന്നേ. തുടികൊട്ടുമ്പോൾ എല്ലാരും കേട്ട് കഥ പാടാം ഞാൻ ഒരു സന്ദേശമേകാ. സ്വർഗനാഥന്റെ അത്ഭുതമെന്ന് ഈ നാട്ടിൽ നടന്നതറിഞ്ഞോ? കണ്ണു കാണാതിരുന്നവനൊരുവൻ ഇന്നു കാണുന്ന വാർത്തയറിഞ്ഞോ? തളർവാദ രോഗി കിടക്കയുമെടുത്തു നടക്കുന്നേ. അവന്റെ വാക്കുകൾ കേൾക്കാൻ ജനം തടിച്ചുകൂടി. അത് കണ്ട് ഫരിസേയരും നിയമജ്ഞരും ഈശോയെ വധിക്കാൻ വഴികൾ ആലോചിച്ചു.
ഒടുവിൽ ഈശോയുടെ ശിഷ്യനായിരുന്ന യൂദാസ് കറിയോത്ത ഈശോയെ ഒറ്റിക്കൊടുത്തു. പെസഹ വെള്ളിയാഴ്ച ഇസ്രായേൽക്കാർ ഈശോയെ കുരിശിൽ തറച്ചു. അവരെ രക്ഷിക്കാൻ വന്നവനെ അവർ കൊല്ലുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ ശിഷ്യന്മാരൊക്കെ എന്ത് ചെയ്തു അമ്മാമേ? ഈശോയുടെ മരണത്തോടെ ശിഷ്യന്മാർ ഭയത്തിലായി. അങ്ങനെ ഒരു ദിവസം 2 ശിഷ്യന്മാർ എമ്മാവൂസിലേക്ക് പോകുന്ന വഴി ഈശോ അവരെ സമീപിച്ചു. അവർക്ക് ഈശോയെ മനസ്സിലായില്ല. ഗുരു, അങ്ങ് ആരാണ്? എവിടേക്കാണ് ഈ യാത്ര? ഞാൻ എമ്മാവൂസിലേക്ക് പോവുകയാണ്. എന്നാൽ ഇന്ന് രാത്രി അങ്ങ് ഞങ്ങളോടൊപ്പം വിശ്രമിച്ചാലോ? അവിടെ എത്താറായപ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ഈശോ അപ്രത്യക്ഷനായി. അതിനുശേഷം ശിഷ്യന്മാരെല്ലാവരും കൂടി പേടിച്ചരണ്ട് ഒരു മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഇടയിലേക്ക് ഈശോ വന്നു. ഉദ്ധിതനായ ഈശോയെ തങ്ങൾ കണ്ടുവെന്ന് അവർ തോമസിനോട് പറഞ്ഞുവെങ്കിലും അവനത് വിശ്വസിച്ചില്ല. പിന്നീട് അവർ ഒരുമിച്ചുള്ളപ്പോൾ ഈശോ അവർക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു. ഈശോ തോമസിനെ വിളിച്ചു. സമാധാനം നിങ്ങളോട് കൂടെ. തോമസ്, ഗുരു, ഇവിടെ വരൂ. എൻ്റെ പാർശ്വത്തിലെ മുറിവുകൾ കാണൂ. ഞാൻ മരിച്ചവരിൽ നിന്നും ഉയർത്തുവെന്ന് വിശ്വസിക്കൂ. കണ്ടിട്ട് വിശ്വസിക്കുന്നവരല്ല, കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷപ്പെടും, അല്ലാത്തവർ ശിക്ഷിക്കപ്പെടും. ഞാൻ പോയി കഴിയുമ്പോൾ എൻ്റെ ആത്മാവ് നിങ്ങളോടൊപ്പമുണ്ടാവും. അവൻ നിങ്ങളെ നയിക്കും. അങ്ങനെ പെന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ വന്നു. അവർ ലോകമെങ്ങും സുവിശേഷം പ്രസംഗിച്ചു. തോമാസ് ലീഹ കേരളത്തിൽ വന്നു. ഇവിടുള്ളവർ വിശ്വസിച്ച് ക്രിസ്ത്യാനികളായി. അപ്പൊ നമ്മളെ ക്രിസ്ത്യാനികളാക്കിയത് തോമസ് ലീഹയാണോ? അതെ, അതുകൊണ്ട് നമ്മളെ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് വിളിക്കുന്നത്. തോമാസ് ലീഹായിലൂടെ ക്രിസ്ത്യാനികളായവർ. അപ്പൊ തോമസ് ലീഹയും പള്ളി ഉണ്ടാക്കിയോ? പിന്നില്ലേ, നമ്മുടെ ഈ രൂപതയിലും തോമാസ് ലീഹ സ്ഥാപിച്ച പള്ളിയുണ്ട്. ഇവിടെ അടുത്തുള്ള കൊട്ടക്കാവ് പള്ളി. അമ്മ എത്ര നന്നായ കഥ പറയുന്നേ. എന്നാ ഇനി മക്കൾ പ്രാർത്ഥിച്ച് സ്തുതി ചൊല്ലിക്കേ. അപ്പൊ ഇനി TV കാണാല്ലേ? ആഹാ, കണ്ടോ കണ്ടോ. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ജീവ്സാണ്, നമ്മുടെ അധ്യാപകന്റെ ജീവ്സാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്. ഇത് മുഴുവനും ഡയറക്റ്റ് ചെയ്തത് ജീവ്സാണ്. ശരിക്കും നമ്മുടെ മതാധ്യാപകനാണ്, വലിയൊരു ബിസിനസ്സുകാരനാണ്. നല്ല പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അധ്യാപക ഗ്രൂപ്പിലേക്ക് ഈ വർഷം ചേർന്ന ആളാണ്. പ്രത്യേകിച്ച് സഹായിക്കാനായിട്ട് ജൂനിയും അതേപോലെ റോസ്നയും ഉണ്ടായിരുന്നു. രണ്ടുപേരൊന്ന് വരാമോ? റോസ്ന ആൻഡ് ജൂനിയ, അവർ രണ്ടുപേരും ജീസും കൂടിയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പരിപാടികളും ചെയ്തത്. ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇരുന്നപ്പോൾ നമ്മുടെ ജനറൽ അച്ഛൻ മുഴുവൻ നേരം കണ്ടു. ഒരിക്കലും അച്ഛൻ ഇങ്ങനെ ഇത്രയും നേരം അച്ഛൻ ഇരിക്കില്ല. നിങ്ങൾക്കറിയാം, അച്ഛൻ്റെ അസുഖങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞതാണ്. അച്ഛൻ ഇത്രയും നേരം നമ്മുടെ കൂടി ഇരുന്നിട്ട് അച്ഛൻ എനിക്കൊരു വാക്ക് തന്നു, വേറൊന്നുമില്ല. അച്ഛൻ്റെ ജനറലായിട്ട് ഒരു പുതിയ സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്താ സ്റ്റേജിന്റെ പേര്? ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെ പണ്ടത്തെ വലിയ ഷേക്സ്പിയറിന്റെ ആക്ടേഴ്സൊക്കെ അവതരിപ്പിച്ച പോലത്തെ ഡ്രാമയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് അവിടെ നമ്മുടെ ജനറലായിട്ടൊരു സ്റ്റേജ് ഉള്ളത്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ പല തരത്തിൽ ഇരിക്കാൻ പറ്റും, പല തട്ടുകളിൽ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേജ് നാളെ വന്ന് എന്നോട് കാണാൻ പറഞ്ഞേക്കുക. കണ്ടിട്ട് അച്ഛൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ ഒരു പ്രോഗ്രാം ചെയ്യിപ്പിക്കണമെന്ന്. അത്രമാത്രം അച്ഛൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ അവസരത്തിൽ പ്രത്യേകം ജീസനും റോസനും ജൂനിയർ ഇവര് 3 പേരാണ് പ്രധാനമായിട്ട് ഇതിന്റെ പിറകിലുണ്ടായത്. നമ്മുടെ എല്ലാ അധ്യാപകരും ഒരുമിച്ച് നിന്നപ്പോഴാണ് ഇത് മനോഹരമായി തീർന്നത്. നമുക്കറിയാം, വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ള പ്രാക്ടീസാണ്.
ഇതിന് കൂടെ ഒത്തിരി പേരൻസ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അവർ ഇന്നത്തെ സൗണ്ട് സിസ്റ്റവും ലൈറ്റും ഒക്കെ വളരെ മനോഹരമായിരുന്നു. അവരെ നന്ദിയോടെ അച്ഛൻ ഓർക്കുകയാണ്. ഇതിനകത്ത് അഭിനയിച്ച എല്ലാ കുട്ടികൾക്കും അച്ഛൻ പ്രത്യേകം നന്ദി പറയുന്നു. അവരാരെയും പിടിച്ച് നിങ്ങൾ കൊണ്ടുപോകരുത്. അവരുടെ കൂടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്, ഇവിടെ ഇരുന്നാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നല്ലൊരു രാത്രി നേരുന്നു. നമ്മുടെ അഭിനയിച്ച എല്ലാവരും സ്റ്റേജിലേക്ക് നമുക്ക് ക്ഷണിക്കുകയാണ്. പോകരുത്, നമ്മളൊരു